അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ശ്രദ്ധയോടെ എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കുക. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 തലങ്ങൾ സുവിശേഷം: 1 മത്തായി, 2 മർക്കോസ്, 3 ലൂക്കോസ്, 4 യോഹന്നാൻ. മത്തായി യേശുക്രിസ്തുവിന്റെ മശിഹാത്വവും, മർക്കോസ് യേശുക്രിസ്തുവിന്റെ ദാസത്വവും, ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും, യോഹന്നാൻ അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആളത്വവും. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി സുവിശേഷം. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. AD 37 മത്തായി എന്ന എഴുത്തുകാരൻ കൂടി എഴുതപ്പെട്ടത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് മത്തായിൽ കൊടുത്തു. 28 അധ്യായങ്ങൾ ഇതിനകത്ത്. ഇതിന്റെ പ്രത്യേകത 5 പട്ടണങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നു. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. 5 കഥാപാത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണിക്കുന്നു. അതിൽ 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. അതിനപ്പുറത്ത് യേശു ക്രിസ്തുവിന്റെ 5 ആളത്വത്തിന്റെ വർണ്ണനകളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാണിക്കുന്നു. 1 അവന്റെ ജനനം, 2 അവന്റെ ജീവിതം, 3 അവന്റെ മരണം, 4 യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് കഴിഞ്ഞ് സുവിശേഷത്തിൽ 5-മതൊരു ഭാഗമുണ്ട്. അതിന്റെ പേര് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. അതാരും പ്രസംഗിക്കത്തില്ല. ഇന്ന് രാത്രി ശ്രദ്ധയോടെ അധ്യായം 1 വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ. അധ്യായം 1 യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി പരിശുദ്ധാത്മാവ് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തതോ. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. എവിടെ? മത്തായി 2 വരുമ്പോൾ എന്താ ഒരു കുഞ്ഞാടിന്റെ പ്രത്യേകത? 1-ാമത്തെ മനുഷ്യൻ. ഇന്നേ 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം എത്യോപ്യയുടെ മണ്ണിനകത്ത് 6 ഘടകങ്ങളെടുത്തു. സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനവും അധികാരവും ജീവശാസവും എടുത്ത് 7-ാമത്തെ ഘടകമായി നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ആദമിന് ഗാഠനിദ്ര വരുത്തി വാരിയലിനകത്തൊരു സഹോദരി ഉണ്ടാക്കി ഹൗവായെ. അവരെ കൊണ്ട് പാർപ്പിച്ചതാ ഏദന്റെ പൂങ്കാവനം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നൊരു കാര്യമുണ്ട്: വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി ആദ്യത്തെ കുടുംബജീവിതത്തെ സംയോജിപ്പിച്ച് എത്യോപ്യയിൽ നിന്ന് ഏദനിൽ കൊണ്ടുവന്നു. അവരെ നിർമ്മിച്ചത് എത്യോപ്യയിലെ വാഴാൻ കൊണ്ടുവന്നത് ഏദനകത്ത്. 6 ഘടകം സ്വർഗം. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം സമം 1000 സംവത്സരം. ദൈവം മനുഷ്യന് കൊടുത്ത ആയുസ്. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും ഫലമുണ്ടായിരുന്നു. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്: കുഞ്ഞുങ്ങളെ, ഇത് കഴിക്കരുത്. ഇത് കഴിക്കുന്ന നാളിൽ ദൈവത്തിന്റെ രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി നിങ്ങൾ തോട്ടത്തിന് പുറത്താകും. ആദിമ ദിവസങ്ങളിൽ ആദമിനെ സാത്താൻ പരീക്ഷിച്ചു. ലൂസിഫർ പാമ്പ് വലിയ ബുദ്ധിയുള്ളവനായിരുന്നു. അവൻ ആദമിനെ പരീക്ഷിച്ചിട്ട് പറഞ്ഞു: ആദമ, ഇത് കഴിച്ചാൽ ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്ന വീടും കാറും കമ്പ്യൂട്ടർ ദൈവ സാന്നിധ്യം ഉച്ച മുതൽ ഉള്ളംകാൽ വിറങ്ങിയ ആദമിന്റെ ശരീരത്തിനകത്ത് ഇവന്റെ സാത്താന്റെ പണി ഏറ്റില്ല. തോലടിയിൽ നാദം പനച്ചു മൂടി ചന്തയിൽ പോകുന്നത് ആരറിഞ്ഞു? ഈ പിശാചറിഞ്ഞു. അവസാനം ഹവ്വായ്ക്ക് വാട്സപ്പ് അടിച്ചു. അമ്മാമ്മയോട് പറഞ്ഞു, ഇത് കഴിച്ചാൽ മതി, ഹല്ലേലൂയ, അനുഗ്രഹം വരും, വീട് വരും, കാർ വരും, തെക്കേ അമേരിക്കയിലൊക്കെ പോകാമെന്ന്. സ്വതന്ത്രം സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. എന്നിട്ട് അമ്മാമ്മ ഏകദേശം ഒത്ത് ഇത് കഴിക്കാറായപ്പോൾ സർപ്പം വീണ്ടും പറഞ്ഞു: അമ്മാമ്മ മുഴുവൻ കഴിക്കരുത്, ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം. അച്ചായൻ തോലടി പോയിട്ട് ഒരു ശവനപ്പൂടെ കൊടുക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചത്. കോരിന്ത്യ ലേഖനം. മനസ്സിലാകുന്നവർക്കായി അച്ചായൻ പനച്ചുമൂടി ചന്തയിൽ പോയി തിരിച്ചു വന്നപ്പോൾ നല്ല ക്ഷീണം, 38 ഡിഗ്രി ചൂടാ. അമ്മാമ്മ പറഞ്ഞത് ആപ്പിളും കഴിച്ചോ, ശവനപ്പം കുടിച്ചോളാം. ആ അച്ചായനൂടെ കഴിച്ചു. അപ്പോഴാ സ്വർഗത്തിന്റെ വാട്സപ്പിന്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യനെ ദൈവം നോക്കുന്നവന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുന്നു. സ്വർഗം അവനെ വിളിച്ച്: ആദമേ, നീ എവിടെ? ആദ്യത്തെ കുടുംബം വീണത് കള്ളനോട്ടിലല്ല, മദ്യപാനത്തിലല്ല, ചതിയിലല്ല, ചൂതിലല്ല. ദൈവം പറഞ്ഞ കൽപ്പനയെ നിരസിച്ചപ്പോൾ രക്ഷയുടെ തേജസ് അവർ നഷ്ടപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി സാഹചര്യവും സമ്മർദ്ദവും നിനക്കെതിരെ വരും. പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്ക്. വചനത്തിന്റെ കൽപ്പന നിരസിച്ച ഇന്ന് രാത്രി നീ പട്ടികയ്ക്കകത്ത് തോട്ടത്തിന് പുറത്താകും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗത്തിന്റെ ക്യാമറ യാദവനെ കണ്ടിട്ട് പോലും പാപം ചെയ്ത മനുഷ്യനെ വീണ്ടും ദൈവം സ്നേഹിക്കുന്നു. ആദമേ, നീ എവിടെ? ദൈവം കൊടുത്ത തേജസ്സിന്റെ വസ്ത്രം മാറ്റി മരവുരിയാട കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് 1-ാമത്തെ കുടുംബം പാപത്തിലേക്ക് പോകുന്നു. പാപം തുടങ്ങിയത് അമേരിക്കയിലുമല്ല, റഷ്യയിലുമല്ല, ഇന്ത്യയിലുമല്ല, ഏദന്റെ പൂങ്കാവനത്തിനകത്ത്. 2 ഈ പാപം ചെയ്ത മനുഷ്യന്റെ 2 കുഞ്ഞുങ്ങൾ അവരായിരുന്നു കായീനും ഹാബേലും. ഒരുത്തൻ മറ്റൊരുത്തനെ വെട്ടിക്കൊല്ലുമ്പോൾ സ്വർഗം ചോദിക്കുന്നു, വീണ്ടും മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് അനുദപിക്കുന്നു: കായീന്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ അവന്റെ കാവൽക്കാരനോ. മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ദൈവം അനുദപിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യന്റെ ആയുസ് ബൈബിളിനകത്ത് 1000 സംവത്സരം, ഒരു ദിവസം 1000 സംവത്സരം. പക്ഷേ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ലോകത്തിന്റെ ജഡരാഗമോഹങ്ങളോട് ചേർന്നുകൊണ്ട് കണ്ണിന് കൊള്ളാവുന്നതും കാതിന് കേൾക്കാവുന്നതുമായ കർമ്മ
വർണ്ണരസങ്ങൾ വിടർത്തിക്കൊണ്ട് ദൈവസന്ധിയിൽ വിട്ടുപോയപ്പോൾ അവൻ്റെ ആയുസിനെ ദൈവം മാറ്റിക്കളഞ്ഞു. അതാ 120 സംവത്സരം ബൈബിളിനകത്ത് 969 കൊണ്ട് ഏറ്റവും കൂടുതൽ ആയുസ് കിട്ടിയ മെതുശലേം ലോകത്തിൽ നിന്ന് മാറി. എൻ്റെ പ്രഭാഷണം അവിടെയല്ല. പാപം എവിടെ തുടങ്ങി? ഏതനകത്ത്. എവിടെ ആട്ടിൻകുട്ടിയുടെ പരമയാഗം? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കൊണ്ടുപോയി. അബ്രഹാമിനെ ഇന്നത്തെ ഇസ്രയേലിലേക്ക് കൊണ്ട് 1898 കിലോമീറ്റർ in between the distance with Iraq, Mesopotamia. The transit is coming Jerusalem 1898 kilometer. ഈ അവറാച്ചാനെ ജെറുസലേമിൽ കൊണ്ടുപോയത് അവരാ ഇന്നത്തെ യാക്കോബിന്റെ മക്കൾ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ പട്ടിക: നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. എന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തര്. അബ്രഹാമിനെ അവിടെ കൊണ്ടുചെന്ന് വാർദ്ധക്യത്തിൽ ഒരു സന്തതി ജനിച്ചു. അതിൻ്റെ പേരാ ഈസഹാക്ക്. കേട്ടോടെ മാടിൻ്റെ യാഗ്. കുഞ്ഞു വളർന്ന് വീട്ടിനകത്ത് പക്വതയോടെ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിന്റെ കർണപുടത്തിനകത്ത് സ്വർഗത്തിന്റെ ആലോചന വന്നു. ഈ പൈതലിനെ എവിടെ കൊണ്ടുപോകണം? ഹോമയാഗത്തെ കൊണ്ടുപോകണം. യാഗപീഠത്തിനകത്ത് കണ്ണമായി അർത്ഥ ചാമ്പലാക്കണം. സ്വോത്രം. അബ്രഹാമിന്റെ ഉള്ളിലൊരു വേദന. 99 വയസ്സിൽ, മേ ബി 100 വയസ്സ് കിട്ടിയ കുഞ്ഞ. ഇനി മക്കളുണ്ടാകുമെന്നും അറിയത്തില്ല. എങ്കിലും അബ്രഹാം ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? അതിരാവിലെ യാഗത്തിന് വേണ്ടി തയ്യാറായി. വിറകും കട്ടുമെല്ലാം ആരുടെ കയ്യിൽ കൊടുത്തു? കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. പലപ്പോഴും ആടിൻ്റെ കയറുമായി യാത്ര ചെയ്യുന്ന ഈസഹാക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്: അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്: മോനെ, യഹോവ കരുതിക്കൊള്ളു. അബ്രഹാമിന്റെ അകത്തൊരു ഉൾക്കാഴ്ചയുണ്ട്. ഇല്ലാത്തതിൽ നിന്ന് സകലത്തെ ഉളവാക്കുന്ന ദൈവം 99 വയസ്സിനകത്ത് എന്റെ ശരീരത്തെ ചലിപ്പിക്കുക സർവശക്തനായ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇസഹാക്കിനെ യാഗപീഠത്തിനകത്ത് ചാമ്പലാക്കിയാലും അതിന്റെ നടുവിൽ നിന്ന് അനേകം ഇസഹാക്കിനെ ഉരുവാക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവമെന്ന അബ്രഹാമിന്റെ അകത്തൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. സകലത്തിനും മതിയായവനായ എൽ ശദ്ദായിയായ ദൈവം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 3 ദിവസത്തെ വഴിദൂരമായി അവർ യാത്രയായി. കുഞ്ഞിനെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്ന്? യാഗപീഠത്തിൽ സമർപ്പിച്ചു. കൈകാലുകൾ ബന്ധിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് അവസാനമായി അവന്റെ കൈക്കകത്ത് ഒരു മൂർച്ചയേറിയ വാളുണ്ടായിരുന്നു. അബ്രഹാം അവിടെ മുട്ടുമടക്കി വാളും സ്വർഗത്തിലേക്ക് കാണിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ പ്രിയന്റെ മകൾ, രക്തത്തിനും ജീനിനുമായ തൻ്റെ മകനെ കൊല്ലുവാൻ പദ്ധതി വെക്കുക. എന്നാൽ അവസാനമായി പ്രാർത്ഥനയുടെ കത്തി ഉയർന്നപ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ അവന് വേണ്ടി തുറന്നു വന്നു. ദ ഫസ്റ്റ് കൺവെൻഷന്റെ ഇന്ന് രാത്രി പറയണ വഴികളും വാതിലുകളും അടയും. എല്ലാവരും നിനക്കെതിരെ പോരാടി നിൽക്കുക. സിസ്റ്റർ, ഇന്ന് രാത്രി ചെറുപ്പക്കാരൻ, ഇന്ന് രാത്രി പറയണം: നീ ഒറ്റയ്ക്ക് മുട്ടുമടക്കി നീ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ സ്വർഗം തുറന്ന് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ടുവരുക. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി. നാളെ എങ്ങനെ മുമ്പോട്ട് പോകും? അടുത്ത ദിവസങ്ങൾ എങ്ങനെ മുമ്പോട്ട് വരും? ആ വല്ലാത്ത വേദനയോടെ ഇതിനകത്തിരിക്കുന്നത് ഇന്ന് രാത്രി കരം ഉയർത്തേണ്ട നിന്റെ വിചാരമല്ല, ദൈവത്തിന്റെ വിചാരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നീ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ഇന്ന് രാത്രി നീ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ലാസ്റ്റ് മോമെന്റിൽ നിന്റെ കണ്ണുനീരിന് വേണ്ടി പ്രവർത്തിക്കുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഒരു കരം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ചെറുപ്പക്കാരെ വിളിച്ചു പറ: കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി അപ്പച്ച വിളിച്ചു പറ: കരം തളർന്ന കരമല്ല. എന്റെ പരാജയങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അബ്രഹാം കർണപുടത്തിൽ ഒരു ശബ്ദം കേട്ടു. അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു: മറുവഴിയായി ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ അവന് വേണ്ടി അയച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ഒരു വഴി ക്യാൻസർ നിന്നെ തകർക്കാൻ പദ്ധതി വെക്ക്. RCCയുടെ വാതിലുകൾ നിനക്കെതിരെ അടയോ. എന്നാൽ ഇന്ന് രാത്രി പറയണം: മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? പരാജയത്തോടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി നീ കടന്നു പോകരുത്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക്, ബൈപ്പാസ് നടത്താൻ മധു ശ്രീധർ നിംസിലെ പേപ്പർ മാറ്റിക്കളയും. കുഞ്ഞുങ്ങളോട് പറയും: 2 മാസം കഴിഞ്ഞാൽ നിന്റെ ചേട്ടന് ഹല്ലേലൂയ ഒരു മരണപ്പെട്ട് ഉറപ്പ്. എന്നാൽ ഇന്ന് രാത്രി പറയണ: ഒരു വഴിയായി ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ മറുവഴിയായി പരിശുദ്ധാത്മ ശക്തിയാൽ എന്റെ ഹൃദയത്തിലെ രക്തം പമ്പ് ചെയ്യുവാൻ ഇന്ന് രാത്രി എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, ഇന്ന് രാത്രി കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ തോലടിയിൽ നിലമാമോട് എന്റെ തലമുടിയിൽ ഒരു നാര് പോലെ താഴെ വീഴുവാൻ എന്റെ ദൈവം
ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആളിന്റെ പെരുപ്പത്തിലല്ല, അഭിഷേകത്തോടെ നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ഇന്ന് രാത്രി വിശ്വാസതയോടെ ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ, നിന്റെ കടുങ്കട്ട് വീണ വിജയത്തിനകത്ത് മറുപടി തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം, വിശ്വാസ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കൺവെൻഷന്റെ ആദ്യ രാത്രി പറയും, പർവ്വതങ്ങൾ എന്റെ മുൻപിൽ മാറിപ്പോകൂ. ഇന്ന് രാത്രി സഹോദരി വിളിച്ചു പറ, കുന്നുകൾ എന്റെ മുൻപിൽ നീങ്ങിപ്പോകൂ. എന്നാൽ ഇന്ന് രാത്രി കാരക്കോണത്തും കുന്നത്തുകാരും എന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, the kindness of the mercy of Jesus Christ, no never lift, അത് മാറുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു വഴി പ്രതികൂലം നിനക്കെതിരെ ആഞ്ഞടിക്ക്, നീ തകരുമെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി തിങ്കളാഴ്ച പറയണം, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സഖാക്കിന് പകരമായ ഒരു ആട്ടുംകുട്ടി അറുത്തു. ആട്ടുംകുട്ടിയുടെ വരമയാൽ രണ്ടാമത്തെ യാഗം എവിടെ? ഇസ്രായേൽ ജനം ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് കട്ടകളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ തേച്ചുകൊണ്ടവർ രാത്രി യാത്രയായി ചെങ്കടൽ കടന്നു. രണ്ടാമത്തെ ആട്ടിന്റെ പരമയാഗം. 3 ജ്ഞാനികൾ ജ്ഞാനിയ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. ഇന്ന് രാത്രി ചിന്തിക്കുക, ഹല്ലേലൂയ. അതിനകത്ത് 1,50,000 പരം ആടുകളെ അറുത്തു. തേജസ്സുള്ള ആടിന്റെ രക്തം മേധസ്സോടെ ആലയത്തിനകത്ത് ഒഴുകിയപ്പോൾ പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവന്റെ ദൈവം നീക്കുമുള്ളത്. അങ്ങനെ ദൈവാലയത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി. ശ്രദ്ധയോടെ ഇരിക്കണം. 1, ഒരു കുഞ്ഞിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി. 2, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. 3, ഇസ്രായേലിന്റെ ആലയത്തിന് വേണ്ടി ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. കുടിലിനകത്ത് പകയും പിണക്കവും കോപവും ദ്വന്ദ്പക്ഷവും ആത്മഹത്യയും ടൈഫോയിഡും കുഷ്ഠവും അവിധികതർപ്പും എല്ലാം വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്ത്, എന്താ, ഊനമൃഗങ്ങളെ അറക്കാൻ തുടങ്ങി. കുറുപ്രാവിനെ അറുത്തു, കോലാട്ടുകൊറ്റനെ അറുത്തു, അതിനുശേഷം പക്ഷിമൃഗാദികളെ അറുത്തു. ഊനമൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്തം താഴെ വീഴുമ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഒന്ന് താഴോട്ടിറങ്ങി. സ്വർഗം ഉയരത്തിൽ ചോദിച്ചു, എന്നും ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രക്തം വീഴണ്ട, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. വെള്ളറുടെയിൽ CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരില്ല, രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിക്കുന്നില്ല. കാരക്കോണത്ത് BJP-യുടെ ശിബിരം നടക്കുമ്പോൾ യുവാക്കൾ കരമുയർത്തി പറയും, ബലിദാനികൾ സിന്ദാബാ, ബലിദാനികൾ മരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്ധിയിൽ അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ അവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനസ്സിലാകുന്നവർക്കായി പെന്തിക്കോസിന്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, യവനന്റെ യഹൂദന്റെ പാപമല്ല, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ അവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാഥൻ പറഞ്ഞ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കും. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഇത്രയും പേർ വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിന്റെ നായകന്റെ പ്രത്യാശയുടെ പൊൻകിരണ മകത്തളത്തിനകത്ത് ചലിക്കുന്നവരാ ഇന്ന് രാത്രി പണം ചെലവാക്കിയാലും ഈ കൺവെൻഷന് വേണ്ടി വന്നിരിക്കുന്നത്. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അവന്റെ ജനനം എവിടാ? ഓഗസ്ത്യോസ് കൈസർ ബേത്ലഹേമിനകത്ത് അവന്റെ ജനനം നടക്കുന്നത്. എവിടുന്നാ വരുന്നത്? നസറേത്തിൽ നിന്നവർ യാത്രയാകുന്നു. എന്താ ബേത്ലഹേമിന്റെ പ്രത്യേകത? ഒരുവൻ ജനിക്കുന്നതിന് മുമ്പ് അനവധി പ്രവചനങ്ങൾ, ലോകത്തിൽ അനവധി നേതാക്കൾ, കർത്തൃദാസന്മാർ ഇവിടെ സൂചിപ്പിച്ചു. ഇസങ്ങളും മാർസിസും അതുപോലെ തന്നെ ഏംഗൽസും അല്ലെങ്കിൽ ലെനിനും സ്റ്റാലിനും ഇന്ത്യയുടെ നമ്മുടെ പ്രിയപ്പെട്ട ആദർശധീരനായ ബാപ്പുജി, അവരൊക്കെ ജനിക്കുന്നതിന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇവിടെ ജനിക്കും, അല്ല ഇത്രാം തീയതി ജനിക്കും, ഇത്രാം തീയതി മരിക്കും. ജനിക്കുന്നതിന് മുമ്പ് അനവധി പ്രവചനങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ നാഥന് വേണ്ടി. അതുകൊണ്ട് മീക്ക 5:2 നീയോ ബേത്ലഹേം എഫ്രാത്തെ സഹസ്രാബ്ദങ്ങൾ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാൻ നിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. സ്വോത്രം. അതുകൊണ്ട് വെച്ച് മറിയാമ്മച്ചി യോസഫും കൂടെ നടന്നു വന്നപ്പോൾ ഓഗസ്ത്യോസ് കൈസറുടെ സെൻസർ പ്രകാരം അവർ ബേത്ലഹേമിൽ വന്നു. കിടക്കുന്ന എത്ര ക്ലിയർ. 1-ാമത്തെ പ്രവചനം യെശയ്യാ പ്രവചനം അടുത്തത് 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു, നിത്യപിതാവായി അവൻ ഉലകത്തെ വാഴും. നടക്കാനുള്ള പ്രവചനം യെശയ്യാ 7:14 അവൻ എവിടെ ജനിക്കും, ആരിൽ ജനിക്കും? അതിനകത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, കന്യക ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, അതിന് ഇമ്മാനുവേൽ. ആ കാലഘട്ടത്തിൽ അനേക കന്യകമാർ ഇസ്രായേലിനെ ചരിത്രം പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അനേക പെൺകുട്ടികൾ വിവാഹം കഴിച്ചില്ല. എന്താ കാര്യം? ഈ ആരുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ
ഒരു സന്തതി ഉരുവാകുന്നെന്ന് വിചാരിച്ച് അന്നത്തെ കാലത്ത് ഇസ്രയേലിലകത്ത് അനവധി പെൺകുട്ടികൾ കല്യാണം കഴിച്ചില്ല. അന്നേരമാ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞ അമ്മാമേ, വാക്കിയെടുക്കുന്നില്ല. ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. കരമുയർത്തുന്നവർക്കായി അനവധി പെൺകുട്ടികൾ ഉണ്ടായിട്ടും കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം. ഉയരത്തിൽ നിന്ന് വന്ന ഒരു സന്തതിയാ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ആദ്യ രാത്രിയിലും കുഴപ്പമില്ല. ഇന്ന് പെന്തിക്കോസുകാർക്കെല്ലാം പ്രാർത്ഥിച്ച് നല്ല പൈസയൊക്കെ ആയി. സ്വോത്രം. വിശ്വസിക്കുന്നവർക്കായി കഴിഞ്ഞ ദിവസം ഒരു പെന്തിക്കോസുകാരൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി. ഉപദേശി പ്രാർത്ഥിച്ചു. ആരൊക്കെ പ്രാർത്ഥിച്ചാലും കട ഉദ്ഘാടനം ചെയ്ത ടെക്സ്റ്റൈലിന്റെ പേര് ഇമ്മാനുവേൽ. കട ഉദ്ഘാടനം ചെയ്യാമെന്ന കാണി റോസ്. നിന്നെ എല്ലാം ദൈവം അടിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു പൈസയില്ലാതെ മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചപ്പോൾ, ബാങ്കിനകത്ത് ക്യാഷുമായപ്പോൾ, ടെക്സ്റ്റൈൽ ഉദ്ഘാടനം ചെയ്യാൻ ഉപദേശിയും വേണ്ട, പാട്ടുകാരനും വേണ്ട, കണിയേം മണിയേം വിളിക്കുന്ന പെന്തിക്കോസുകാരനെ എല്ലാം അടിക്കാൻ കർത്താവ് വടിയെടുക്കാറായി. മനസ്സിലാകുന്നവർക്കായി ഇമ്മാനുവേൽ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സ്വോത്രം. ആ 10:2 വരുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവൻ ബേഥലഹേമിൽ പൂജാതനായി മാതാപിതാക്കളുടെ നടുവിൽ വളർന്നു. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാനാൽ സ്നാനമേറ്റു. 33-ര തിരുവയസ്സിൽ അവന്റെ മരണമാ. സ്നാപക യോഹന്നാൻ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 33-ര വയസ്സിൽ തിരുവചനത്തിന്റെ നിവർത്തി പ്രകാരം മരണമാ. 3.5 വർഷം സ്നാപക യോഹന്നാൻ മാറുമ്പോൾ സങ്കലന യുഗത്തിനകത്ത് മിനിസ്ട്രി ഏറ്റെടുത്തുകൊണ്ട് സത്യവചനത്തിന്റെ ഈ നന്മയുടെ വഴികളും നാടൊട്ടുക്കം പ്രകാശിച്ച് ശമരിയയിലും യഹൂദയിലും ദക്കപ്പൊലിമയിലും കമർദവോമിലും ഓരോരോ വഴിത്താരകൾ നിത്യജീവന്റെ മൊഴിമുത്തുകൾ പകർന്നുകൊണ്ട് അവന്റെ ക്രൂശീകരണത്തിന് വേണ്ടി ഒരു ജൈത്രയാത്ര വരുക. ആ യാത്രയാ യെരൂശലേം ദൈവാലയത്തിനകത്ത്. ബൈബിൾ കൂടെ മത്തായി 21:1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരമെത്തുന്നു. ശിഷ്യന്മാരോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്, മക്കളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിന്റെ കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരണം. നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുക. അപ്പൊ പറയും, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. അമ്മാമ്മ, അച്ചായ, ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. നാഥന്റെ ജനനത്തിന്റെ പുറകിൽ സെഖര്യാ പ്രവചനം 9:9, അന്നേ 550 കൊല്ലം മുമ്പ് സെഖര്യാവ് എഴുതി വെച്ചു, സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിന്റെ രാജാവ് ജയശാലിയാൽ പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. വനാന്തരത്തിനകത്ത് കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി ആത്മാവിൽ നല്ല വചനമേറ്റെടുത്തുകൊണ്ട് ഗ്രൗണ്ടിനകത്ത് നിന്ന് എഴുന്നേൽക്കാവും. അവിടെ കാട്ടിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. നാടൻ മലയാളം കുന്നത്തുകാൽ ഭാഷയിൽ 1 ഭർത്താവ് മരിച്ചതായിരിക്കാം, 2 അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിരിക്കാം, 3 വഴികളും വാതിലുകളും അടഞ്ഞു, 4 പുറത്തിറങ്ങാതെ ഒരു കയറവരെ ബന്ധിച്ചിരിക്കുക, 5 മരണമുറപ്പ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, 5 പ്രതികൂലം നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് രാത്രി പറയണ 5 മറുപടിയായി വരുവാനുള്ളവൻ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ദൈവത്തിന്റെ ദാസന്മാർ വന്നു മക്കള്. 1 കഴുതയുടെ കുരു കഴിച്ചു, 2 രക്ഷയുടെ വസ്ത്രം വിതറി, 3 കഴുതയെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി സംതിങ് ഈസ് ഹാപ്പൻഡ്. ലോകം പറയും നിന്റെ വീട്ടിനകത്ത് നീ പുറത്തിറങ്ങത്തില്ലെന്ന്, നാട്ടുകാർ പറയും നിന്റെ പട്ടണത്തിനകത്ത് തല ഉയർത്തരുതല്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനെങ്കിൽ കാലം അല്പം കടന്നു പോയാലും ദിവസങ്ങൾ അല്പം മുൻപോട്ട് പോയാലും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ സ്വർഗം തെരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗമെങ്കിൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണത്, എൻ്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. മന്ത്രവാദി പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നീ പുറത്തു വരത്തില്ല, ബന്ധുക്കൾ പറയും നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ രക്തബന്ധങ്ങൾ നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, വരുവാനുള്ളവൻ വന്നാൽ എൻ്റെ കെട്ടുകൾ അറത്താൽ രക്ഷയുടെ വസ്ത്രം പുറത്തു കൊണ്ടുവന്നാൽ ഇന്ന് രാത്രി ധനപച്ചപുരവും കാരക്കോണവും വെള്ളറുടെ നിന്റെ മരണം കാണാൻ കാത്തു നിൽക്കും. അതിന്റെ നടുവിൽ കൂടി പിശാച് നിനക്കെതിരെ കുടുംബത്തിനെതിരെ രേഖ എഴുതി വെക്കും. എന്നാൽ അതിന്റെ നടുവിൽ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്നെ പുറത്തു കൊണ്ടുവരുവാ. കഴുതയുടെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണ കരം തളർന്ന കരമല്ല, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ്റെ ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, നിന്റെ ശരീരത്തിനെതിരെ പിശാച് രോഗം കൊണ്ടുവന്നാലും നീ പുറത്തു വരത്തില്ലെന്ന് മന്ത്രവാദി രേഖ എഴുതിയാലും ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണ, ശത്രു നടുങ്ങട്ടെ, പിശാച് തളരട്ടെ. ഇന്ന് രാത്രി കരമുയർത്തി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക. ഇന്ന് രാത്രി പറ, ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി ട്യൂമറല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി കടഭാരമല്ല വലുത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ കരം എൻ്റെ മേൽ ഇറങ്ങിയ ഇന്ന് രാത്രി യഹോവ
നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. താങ്ക് യു ലോർഡ്, ദ മൈറ്റി പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നാട്ടുകാർ കഴുതയും കുഞ്ഞിൻ്റെ മരണം കാണാൻ കാത്തിരിക്കുക. പട്ടണത്തെ ഇളക്കിക്കൊണ്ട് നാഥൻ ആ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു. മനസ്സിലാകുന്നവർക്കായി ലോകം പലതും പറയും, നാട്ടുകാർ പലതും പറയും. സ്വത്രം. ഇന്ന് രാത്രി കണ്ണുനീരോടെ നീ വിതച്ചാൽ ആർപ്പോടെ നീ കൊയ്യും. മനസ്സിലാകുന്നവർക്കായി വചനമേറ്റെടുത്തുകൊണ്ട് ഇറങ്ങാവും. പട്ടണം മുഴുവൻ ഇളക്കുന്ന ഇവനാർ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന ഓശാന. ഒന്നേ, കഴുതയുടെ കെട്ടഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. 3, കഴുതയെ പുറത്തു കൊണ്ടുവന്ന്. 4, പരാജയത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിജയത്തിൻ്റെ കൊടി നാട്ടി നാഥൻ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തു. സരളവൃക്ഷ കൊമ്പുകൾ വെട്ടിക്കൊണ്ട് ജനം വിളിച്ചു, ഓശാന ഓശാന, നാഥൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ആ യാത്ര എവിടെ ചെന്നു? യെരൂശലേം ദൈവാലയം. 5 പ്രതികൂലം ഇന്ന് രാത്രി കുടുംബജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കരമുയർത്തി പറയണം, 5 മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കൊണ്ടുതരും. ഒരു കഴുത ഒരിക്കൽ പോലും യെരൂശലേം ദൈവാലയത്തിനകത്ത് ചെന്നാൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് ഓടിച്ച് താഴേക്ക് വലിച്ചെറിയും. പക്ഷെ ആരും തൊട്ടില്ല നാഥൻ യാത്ര ചെയ്ത കഴുത. യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ. അതിലൊന്നാമത്തെ പ്രഭാഷണമാ ഗിരിപ്രഭാഷം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി അദ്ദേഹം ഒരു പുസ്തകം എഴുതി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നത് ഇസങ്ങളും മതങ്ങളുമല്ല, യേശുദേവൻ്റെ മൊഴിമുത്ത. അതുകൊണ്ട് ഒരു കരത്തിനകത്ത് മർദ്ദിക്കുന്നവൻ്റെ അടുത്ത് പറഞ്ഞ് നീ മറുകരത്തിലും അടിച്ചോ, കുഴപ്പമില്ല, നീ വിതയ്ക്കുന്നത് നീ തന്നെ കൊയ്യുമെന്ന് പറഞ്ഞ് മഹാധീരനായ ആദർശധീരനായ ബാപ്പുജി വായിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മത്തായി 7 ഗിരിപ്രഭാഷം. രണ്ടാമത്തെ പ്രഭാഷണം ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് എസ്കറ്റോളജി അഥവാ ഒലിവുമലയുടെ നെറുകയിൽ അവസാന കാലത്തെപ്പറ്റി യേശു സമ്മതിക്കുന്നു. 3-മതൊരു പ്രഭാഷമുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം. യോഹന്നാൻ 14, 1, 2, 3, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവസാന രാത്രി അതാ മാളികമുറി പ്രഭാഷണം. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ മാധുര്യമേറിയ മൊഴിമുത്തുകളുടെ 3 ചരണങ്ങൾ. 1 ഗിരിപ്രഭാഷം, 2 ഒലിവുമല പ്രഭാഷം, 3 മാളികമുറി പ്രഭാഷം. ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ യെരൂശലേം ദേവാലയം യഹൂദനോടുള്ള ബന്ധത്തിൽ അനവധി പെരുന്നാളുകളുണ്ട്. ഓശാന പെരുന്നാൾ, പെസഹ പെരുന്നാൾ, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, ഇതൊക്കെയാ യഹൂദന്റെ പെരുന്നാൾ. ഓശാന പെരുന്നാൾ യേശു ദൈവാലയത്തിൽ വന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തി. യുഗാന്ത്യ സംഭവം, വരാൻ പോകുന്ന കാലങ്ങൾ, എസ്കറ്റോളജി. ആ യേശു പുറത്തു പോകുമ്പോൾ യെരൂശലേം ദൈവാലയത്തിന്റെ പണി കാണിച്ചു. ഇത് തകരുന്നതും ഇന്ന് രാത്രി പറയാം. ആ നല്ല തൂക്കുവിളക്കും നല്ല കാര്യങ്ങളുമെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. സായം സന്ധ്യയിൽ യേശു ഒലിവുമലയിൽ അപ്പൻ്റെ സന്ധ്യയിൽ പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ സന്ധ്യയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് ചെന്ന്, ഗുരു, ഇന്ന് വലിയൊരു പ്രഭാഷണം അങ്ങ് നടത്തി. അങ്ങയുടെ അനവധി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടു. എവിടെയൊക്കെ കേട്ടു? ഗെന്നസരേത്തിൽ കേട്ടു, കബർന്നഗൂമിൽ കേട്ടു, ദക്കപ്പുലിമയിൽ കേട്ടു, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ഇതെല്ലാം ഞങ്ങൾ കേട്ടു. പക്ഷേ പതിവിന് വിപരീതമായി ഇന്ന് ചില കാര്യങ്ങൾ നാഥൻ ഞങ്ങളോട് പറഞ്ഞു. ഈ ഉലകം അവസാനിക്കും, നീ പോയി മടങ്ങി വരും. അടയാളം, എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശുവിനോട് ചോദിച്ചു, ഉലകം അവസാനിക്കും, നീ മടങ്ങി വരും, അതിനടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ഉടനെ പറഞ്ഞത്, വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വരുമെന്നല്ല, സഖാവ് പിണറായി 2ാമത് വരുമെന്നല്ല, അത് കഴിഞ്ഞ് നമ്മുടെ മോഡി സാർ 3ാമത് വരുമെന്നല്ല. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും അവരുടെ ഒരു പരമ്പര തന്നെ നാഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയല്ലയോ. ഞാൻ ക്രിസ്തുവ, ഞാൻ പറഞ്ഞ രോഗം മാറും, ഞാൻ പറഞ്ഞ വിസ വരും, ഞാൻ പറഞ്ഞ പലതും വരും. ഇങ്ങനെ പറയുന്ന ആരെയും ദയവ് ചെയ്ത് കേട്ടരുത്. യേശു വന്നത് വിസ തരാനും കാറ് തരാനും ഒന്നുമല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. ബൈബിളിനകത്ത് ഒരു ഭാഗമുണ്ട്, എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, യൗവനത്തിനകത്ത് മരണം, പടപടാ ബുള്ളറ്റ് ഓടിച്ച് കാരക്കോണത്ത് പോകുമ്പോഴും കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യത. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അമ്മാമ്മ 3 ഘടകങ്ങളുണ്ട്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണമില്ല. ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവമാ യേശു ക്രിസ്തു. അതുകൊണ്ടാ എന്നിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും. കർത്തൃദാസൻ ഇന്ന് രാത്രി യോഗത്തിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവന്റെ ആത്മാവ് പാതാളത്തിനകത്ത് നരകയാതന അനുഭവിക്കാതെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ വന്നവനാ സർവശക്തനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. അല്ലാതെ വീട് തരാനും കാറ് തരാനും കമ്പ്യൂട്ടർ തരാനും മോനെ തെക്കേ അമേരിക്കയിലും വിസ തരാനും പാസ്പോർട്ട് തരാനും ക്യാൻസർ മാറ്റാനുമല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും വിടുതൽ തരത്തില്ലയോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം.
പ്രതീക്ഷിക്കണം. മനസ്സിലാകുന്നവർക്കായി ദാണ്ടൊരു കുഞ്ഞെന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ. രോഗത്തിന്റെ കിടക്കയിൽ വെച്ച് അവൾ കരമുയർത്തി ദൈവത്തോടൊരു കരാറൊപ്പിട്ട്, കർത്താവേ നാളെ ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചാൽ നിന്റെ വിശ്വസ്ത സാക്ഷിയാന്ന് പറയുമ്പോൾ ചലിപ്പിക്കാത്തതിനെ ചലിപ്പിച്ചില്ലായ്മ എന്ന സകലത്തിന്റെ അവയവങ്ങളെ ചലിപ്പിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കുറച്ച് അത്ഭുതങ്ങൾ ചെയ്യാനല്ല, വീടും കാറുമല്ല, മുമ്പേ മുട്ടുമടക്കിയാൽ തോലടിയിൽ ഒരു വീട് ദൈവം തരും, ഒരു വാഗണറിന്റെ കാറ് തരും, ഒരു കുഞ്ഞുങ്ങളെ വെളിനാട്ടിൽ കൊണ്ടുതരും. അല്ലാതെ വിഴിഞ്ഞ ടെർമിനലൊന്നും നിന്റെ കൈ തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. സ്വോത്രം. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നല്ല വചനം ബാക്കി ഞാൻ പറയുന്നില്ല, നാളെ ആള് കുറയും, അതുകൊണ്ട് മിണ്ടുന്നില്ല. ബൈബിളിനകത്ത് 3 ലോകമുണ്ട്. ഒന്നാമത്തെ ലോകമാ പുരാതന ലോകം. ബൈബിൾ തുറക്കണം. ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിന്മീതെ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ആ ലോകത്തിന്റെ പേരാ കാസ്മോസ്. അത് പോയി, അതാ നോഹയുടെ കാലം. ഇന്നുള്ള ലോകം, ഇന്നത്തെ ലോകത്തിന്റെ പേര് അയോൺ. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട് ചൂള പോലെ കത്തുന്ന നാൾ വരും. 2 പത്രോസ് 3:10 അതായോൺ. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ഒരു പുതുവാന ഭൂമി വരാൻ പോകുന്നു. വെളിപ്പാട് 21:1-2. ഇതാ മനുഷ്യനോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അതിന്റെ പ്രത്യേകത എന്താ? അന്ന് റോസമാമയ്ക്ക് എത്ര പാവയ്ക്ക വേണേലും തിന്നാൻ കയ്പ് കാണത്തില്ല. ചിന്നമാമയ്ക്ക് ഏത് റോസയെ പിടിച്ചാലും മുള്ള് കാണത്തില്ല. അവറാച്ചൻ ടെറസി വളർത്തുന്ന കഞ്ചാവ് എത്ര അടിച്ചാലും ഒരു പക്ഷവും കാണത്തില്ല. തോമാച്ചൻ തെങ്ങ കയറി ചെത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂമ്പിനകത്ത് ഒരു കള്ളിനകത്ത് മായോ ഇല്ല, കള്ളും കിട്ടത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് അന്നത്തെ കാലത്ത് തിരുനെൽവേലി കോതയാറിൽ അരിക്കൊമ്പനുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാലം വരാറായി. അതുകൊണ്ട് പണ്ടത്തെ ഒരു പാട്ടുപാട്, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നു. ആ പാട്ട് കേട്ട് സഹോദരി സഹോദരന്മാർ എത്ര പേരുണ്ട്? ഇന്ന് ഇവിടെ പാടുന്നവർ ഞങ്ങളുടെ പാട്ടുകാർക്ക് പുത്തനും ഇല്ല, പഴയ യെരൂശലേമും ഇല്ല. ഇന്നൊരു പാട്ടേ ഉള്ളൂ, മാറിൽ ചാരിയിടുവാൻ. സ്വോത്ര. യവനെ എല്ലാം കർത്താവ് അടിക്കാറായി. സ്വോത്ര. പണ്ടത്തെ കൺവെൻഷന്റെ പാട്ട്, പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നത്. അത് തീരുമ്പോൾ ജസ്റ്റിൻ കുമാർ പാസ്റ്റർ ഉപദേശി പറയുന്ന ഒരു കാര്യമുണ്ട്, മാറാനാഥ യേശുവേ വരണമേ. പഴയ കൺവെൻഷൻ സ്വോത്രം പാച്ചക്കാടിക്കും. എല്ലാവരും മടങ്ങി വരണം, കാന്തൻ വരാറായി.